ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ജീവിതത്തെ ഒരൊറ്റ വാചകത്തിൽ നിന്ന് വിശദീകരിച്ചാൽ കർത്താവിനോട് ഒട്ടുനിൽക്കുന്ന ജീവിതം എന്നൊരു വാചകം കൊണ്ട് നമുക്കതിനെ അവതരിപ്പിക്കാൻ പറ്റും. കർത്താവിനോട് ഒട്ടി നിൽക്കുന്ന ജീവിതം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ആദ്യം ഞാൻ വായിക്കാം. ഹെസക്കിയ രാജാവ് ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. അവൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. അവൻ കർത്താവിനെ അനുഗമിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനകളെല്ലാം പാലിച്ചു. അതിനാൽ കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്തു. അതിൽ ഈ നീണ്ട തിരുവചനത്തിൽ ഒരു വാചകം മാത്രം എടുത്താണ് ഈ നിമിഷങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ കർത്താവിനോട് ഒട്ടി നിന്നു. ഒരു വ്യക്തി ആത്മീയമായിട്ട് ദൈവവുമായി ചേർന്നിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ ദൈവത്തിൽ എന്തെല്ലാം കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടോ അതെല്ലാം അയാളിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. അയാളിലുള്ള കുറവുകൾ പരിഹരിക്കുന്ന വിധത്തിൽ, അയാൾ പാപത്തിൽ വീഴാതിരിക്കത്തക്ക വിധം, ദൈവകൃപയുടെ പൊതിയലിൽ സംരക്ഷണയിലാകത്തക്ക വിധം ദൈവാനുഗ്രഹങ്ങൾ, ദൈവകൃപയുടെ പ്രവാഹം, ദൈവസ്നേഹത്തെ അതിശക്തമായ പ്രവാഹം അയാളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. ദൈവത്തോട്, കർത്താവിനോട് ഒട്ടി നിൽക്കുക. സങ്കീർത്തനം 63:8 ഇതിനെ വിശദീകരിക്കുന്നൊരു വചനമുണ്ട്. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അതിനാൽ അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. കർത്താവ് തൻ്റെ വലതു കൈ കൊണ്ട് എന്നെ താങ്ങി നിർത്തുന്നു. അതിന് കാരണം എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അത് എൻ്റെ വിശ്വാസം വഴിയാണ് ഈ ഒട്ടിച്ചേരൽ നടക്കുന്നത്. രണ്ടാമതായി, ആ ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ മുന്നേറണം. കർത്താവിനെ കേൾക്കണം, കർത്താവിനോട് സംസാരിക്കണം, കർത്താവ് പറയുന്നതിൽ വിശ്വസിക്കണം, കർത്താവ് പറയുന്നത് അനുസരിക്കണം. അങ്ങനെ കർത്താവിനെ അനുഗമിക്കണം. ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷിയാകണം. ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണിത്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം. 2 ദിനവൃത്താന്തം 15:2. ദൈവജനമേ, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യൂദാ നിവാസികളെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. കർത്താവിനോട് ഞാൻ ചേർന്നിരുന്നാലേ അവിടെ നിന്ന് എന്നോടുകൂടി ഉണ്ടാകൂ എന്ന് പറഞ്ഞതിനർത്ഥം ഞാൻ ചേർന്നിരിക്കാതെ ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിൻ്റെ പുറകെ പോകുമ്പോൾ അവിടുന്ന് എന്നെ കൈവെടിയും എന്നല്ല. അവിടുന്ന് ഒരിക്കലും കൈവെടിയില്ല. ഇനി അടുത്ത ദിവസം ധ്യാനത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്ന് ധ്യാനിക്കും. കർത്താവ് നമ്മളെ കൈവിടിയില്ല. കർത്താവ് നമ്മെ അവിടുത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ദൈവജനത്തോട്, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം, അത് അവിടുത്തെ തിരുഹിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഈ ചേർന്നിരിക്കുക എന്ന് പറയുന്നത്. പ്രഭാഷകൻ 2:3 നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. കർത്താവിനെ വിട്ടകലാതെ ചേർന്നിരിക്കുക. ഇതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു വചനം പുതിയ നിയമത്തിലുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. ദൈവത്തിന് വിധേയരായിരിക്കുക, പിശാചിനെ ചെറുത്തു നിൽക്കുക, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഒരു ചെറുപ്പക്കാരൻ MA പഠനമൊക്കെ കഴിഞ്ഞു. അയാൾ 10-ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ ഉള്ളിലൊരാഗ്രഹം കിടപ്പുണ്ടായിരുന്നു, ഒരു വൈദികനാകണം. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾ എന്നോട് പറയുന്നത്, എനിക്ക് വൈദികനാകാനുള്ള യോഗ്യതയില്ല. MA പഠനം കഴിയുന്നത് വരെ ഒരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ്
നമ്മുടെ കേരളത്തിലൊരു ധ്യാന കേന്ദ്രം ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞാൽ അവിടെ കൗൺസിലിംഗ് എടുത്ത സിസ്റ്റർ പറഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോഴേക്ക് കർത്താവ് ഒരു ക്ലാരിറ്റി തരും, ഒരു വ്യക്തിയിലൂടെ മോനോട് സംസാരിക്കും. അതുകൊണ്ട് വളരെ ഏകാഗ്രതയോടുകൂടി നല്ല മാർക്ക് മേടിച്ച് ജയിക്കത്തക്ക വിധം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അയാൾ എന്നോട് MA പഠനം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പുരോഹിതനാകാനുള്ള വിളിയുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ എനിക്കൊരു തോന്നലുണ്ട്. പക്ഷേ എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ലൈംഗികതയുടെ മേഖലയിൽ ശുദ്ധത പാലിച്ച് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഒരു വ്യക്തിക്ക് കുടുംബജീവിതത്തിൽ മാത്രം അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആ സുഖമേഖലകളോട് ഒരു പ്രത്യേക താല്പര്യവും അതിനുള്ള പ്രവണതയും ഒത്തിരി ശക്തമായിട്ടുണ്ടെങ്കിൽ അയാളെ കുടുംബജീവിതത്തിലേക്കാണ് ദൈവം വിളിച്ചത് എന്നാണ് അർത്ഥം. പക്ഷെ കുടുംബജീവിതത്തിലും ഉണ്ട് ഒരു വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്കാണെങ്കിലും പൗരോഹിത്യത്തിലേക്കാണെങ്കിലും സന്യാസത്തിലേക്കാണെങ്കിലും ലൈംഗിക വിശുദ്ധി പരമപ്രധാനമാണ്. അതെല്ലാ ജീവിതാന്തസ്സിലും പെട്ടവർക്ക് വേണ്ടതാണ്. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളിയുമായിട്ട് മാത്രം ആസ്വദിച്ച് അനുഭവിക്കേണ്ട ഒരു കാര്യം വേറെ ഒരു തരത്തിലും ഒറ്റയ്ക്കോ മറ്റൊരാളുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ ഉപയോഗിച്ചോ ആസ്വദിക്കാൻ പോകുമ്പോൾ അവിടെ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധി പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, ഈ ആഴ്ചത്തെ ധ്യാനം ഇവിടെ കൂടണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, പരമാവധി ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരോടും സംസാരിക്കാതിരുന്നും ഈ ധ്യാന ദിനങ്ങളിൽ ദൈവത്തിനു മുമ്പിലായിരുന്ന് വചനം കേൾക്കുന്ന ആര് പ്രസംഗിച്ചാലും അതിനൊക്കെ വില കൊടുക്കണം. അൽമായരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ആരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുകയാണെങ്കിലും അതിലൂടെ എല്ലാം ദൈവം നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിലൂടെയൊക്കെ നമുക്ക് അഭിഷേകം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ സത്യസന്ധനായിരുന്നതുകൊണ്ട് അതൊക്കെ കേട്ടു, അനുസരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പകാലത്തുണ്ടായ ഒരു ആന്തരിക മുറിവ്, ഒരു ദുരനുഭവത്തിൻ്റെ ഫലമായി വന്ന ആന്തരിക മുറിവിൽ നിന്നാണ് ഇതുപോലുള്ള ഒരു വൈകല്യം ഉണ്ടായത്. അല്ലെങ്കിൽ നിയന്ത്രിക്കാനാവാത്ത ലൈംഗിക വികാരങ്ങളുടെ ഈ തിരത്തള്ളൽ ഉണ്ടാകുന്നത് കുഞ്ഞുനാളിലുണ്ടായൊരു അനുഭവത്തിൽ നിന്നാണ്, മറ്റൊരാളിലൂടെ കിട്ടിയൊരു മുറിവിൽ നിന്നാണ്. അവിടെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് അയാളോട് ക്ഷമിക്കാനും ആ മേഖലയിൽ ദൈവം ക്ഷമിച്ചുവെന്ന് സ്വയം ഉറപ്പുവരുത്താനും ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഓർമ്മ കൊണ്ട് വേട്ടയാടപ്പെടാതിരിക്കാൻ വേണ്ടി അയാൾ പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഒരു മാസക്കാലം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളം റിസൾട്ട് വരുന്നത് വരെ പ്രാർത്ഥിച്ചു. ആരുടെ കൂടെ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനയിൽ ഉപരിയായിട്ട് ഞാൻ അയാൾക്കൊരു മുറി കൊടുത്തു. അവിടെ ഇരുന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കും, പള്ളിയിൽ അച്ഛന്മാരിരുന്ന് പ്രാർത്ഥിക്കുന്ന അപ്പിൽ പ്രാർത്ഥിച്ചോളാം ഞാൻ പറഞ്ഞു. കാരണം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്ന അദ്ദേഹം ഒരു പുരോഹിതനായി മാറുമെന്ന് തന്നെയാണ്. അയാൾ ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു, നല്ല മാർക്കുണ്ടായിരുന്നു, സെമിനാരിൽ ചേർന്നു. ഇപ്പോൾ അദ്ദേഹം വൈദിക വൃത്തി 1-2 വർഷത്തിനുള്ളിൽ അച്ഛനാകും. അദ്ദേഹം എന്നോട് പറയുന്നത്, ഞാൻ കർത്താവിനോട് ചേർന്നിരുന്നപ്പോൾ എന്നിലേക്ക് ഈ ദൈവകൃപ ഒഴുകി വരാൻ തുടങ്ങി. ആ ചേർന്നിരുന്ന ഒട്ടിയിരുന്ന കാലത്ത് എന്നിലേക്ക് വന്ന ദൈവകൃപ വഴി എൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ദുരന്തഫലം, എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിൻ്റെ ദുരന്തഫലം എന്നിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെയുള്ള മേഖലയിൽ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടു. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം പട്ടം കിട്ടും അദ്ദേഹത്തിന്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് സ്വാഭാവികമായി മനുഷ്യരുണ്ടാകുന്ന ഹോർമോൺ വഴി ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ ശക്തിയാൽ ഈ ലൈംഗിക വികാരങ്ങൾ, ഹോർമോൺ വഴി ഉണ്ടാകുന്ന വികാരങ്ങൾ, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള മനസ്സിൻ്റെ ഇച്ഛകൾ, അതിനെ മുഴുവനും നിയന്ത്രിക്കാൻ പറ്റുന്നു. അടിച്ചമർത്താനല്ല, നിയന്ത്രിക്കാൻ പറ്റുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇതുവരെ വിശുദ്ധിക്കെതിരായി ഒരു പാപം പോലും ചെയ്യാൻ ഇടവരാത്ത വിധം എനിക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തിന് വില കൊടുത്തു. ആ വില കൊടുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ദിവസം മിനിമം 3 മണിക്കൂർ ഞാൻ ദൈവത്തിന് മുമ്പിൽ വചനം വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഉപയോഗിക്കും. 4 ജപമാല ചൊല്ലാത്ത ദിവസമില്ല. സെമിനാരിലായിരിക്കുമ്പോഴും 4 ജപമാല മുടങ്ങാതെ ചൊല്ലും, കരുണക്കൊന്ത ചൊല്ലും. മാത്രമല്ല വിശുദ്ധരുടെ ജീവചരിത്രം തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കും. മരിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യന് സ്നേഹഗീത എന്നുള്ള പുസ്തകമാണ് ഞാൻ ആദ്യം വായിക്കാൻ പറഞ്ഞത്. അത് വായിച്ചു, അത് പലതവണ വായിച്ചു. ബൈബിൾ വായിച്ചു. എന്നോട് പറഞ്ഞു, മിനിമം ഇപ്പോൾ ഞാനൊരു 100 തവണയെങ്കിലും സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു.
ഞാൻ വായിക്കും, ഓരോ വചനം ഓരോ തവണ വായിക്കുമ്പോൾ പുതിയ പുതിയ സന്ദേശം കിട്ടുന്നു. അഭിഷേകത്തിന് വില കൊടുത്തു, അതിനുവേണ്ടി സമർപ്പിച്ചതുകൊണ്ട് കർത്താവിന് ഒട്ടിച്ചേർന്നിരുന്ന നിമിഷത്തിൽ, ആ കാലത്ത്, അല്ല നിമിഷത്തിലല്ല, ആ നിമിഷങ്ങളിലും ആ കാലത്തിലും കർത്താവ് അവനോട് കൂടെ ആയിരുന്നു എന്ന് മാത്രമല്ല, കർത്താവിനുള്ള അനുഗ്രഹം മുഴുവനും കർത്താവിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വിശുദ്ധന വൈദികനെ ഞാൻ അടുത്ത വർഷം എനിക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. ഞാൻ അയാളുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുന്നത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം, ഒട്ടു നിൽക്കാം, പുറംതിരിഞ്ഞ് പോകാതിരിക്കാം. കർത്താവെ, അങ്ങയുടെ ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപാവരത്തിനായി അങ്ങയോട് ചേർന്നിരിക്കാൻ, ഒട്ടിച്ചേർന്നിരിക്കാൻ, ഒരിക്കലും പുറംതിരിയാതിരിക്കാൻ അനുഗ്രഹം യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ